മെറ്റീരിയലിനോടുള്ള മാത്രമല്ല, ശരിക്കും നിങ്ങളെ ആഗ്രഹങ്ങൾ മാത്രമല്ല. ഞാൻ അത് ഒരു പരിധി വരെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ലേശം കൂടി ഒരു ധിക്കാരപരമായി സംസാരിക്കുക. ഒരു ധിക്കാരം എപ്പോഴും അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നൊരു ആവേശം നൽകും. അതുകൊണ്ടാണ് ഏത് ധിക്കാരിയെ ആളുകൾക്ക് ഇഷ്ടമാണ്. ധിക്കാരം ആളുകൾക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് രാജാവിൻ്റെ മകൻ വിജയിച്ചത്? അത് കൊള്ളസംഘത്തിലെ ഒരു വലിയ ആളായതുകൊണ്ടാണ്. ആളുകളെ കൊല്ലുന്ന ആളുകളെ ആളുകൾക്ക് ഇഷ്ടമാണ്. സത്യത്തിൽ നിങ്ങളെ ഞാൻ കൊന്നുകൊണ്ടിരിക്കുക, നിങ്ങൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും വീണ്ടും വരുന്നത്. മറ്റു കൊല്ലപ്പെടാൻ ആരെങ്കിലും ഇവിടെ വരുമോ? വന്നവർ വന്നുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ടാണ്. സത്യത്തിൽ നിങ്ങൾ കൊല്ലപ്പെടുകയാണ് യഥാർത്ഥത്തിൽ. നിങ്ങളുടെ എന്തൊക്കെയോ ചിന്തകളെ, എൻ്റെ എന്തൊക്കെയോ ചിന്തകളെ നിങ്ങളും തച്ചുടയ്ക്കുന്നുണ്ട്, ഞാനും അടിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതാ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. എന്ന് വെച്ചാൽ ഭസ്മം എന്ന് പറയുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ കത്തിച്ചാൽ കത്തുന്നത്. ഞാൻ പറയുന്നത്, എൻ്റെ വാക്കിങ്ങനെ നിങ്ങൾക്ക് പറയാം, കത്തിത്തീരുന്നത് വരെ കത്തുക. നിങ്ങളോടാ പറയുന്നത്. നിങ്ങൾ കത്തുക, നിങ്ങൾ കത്തിക്കൊണ്ടിരിക്കുക. കത്തിത്തീരുന്നത് വരെ കത്തട്ടെ. കനൽ പോലും ഉണ്ടാവരുത്. കനൽ വീണ്ടും എനിക്ക് ഊതി കത്തിക്കാൻ പറ്റും. നിങ്ങളെ അതിനെനിക്ക് പറ്റരുത്. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കത്തിത്തീരുന്നത് വരെ നിങ്ങൾ കത്തുക. കത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ കനലുണ്ടാവും. ആ കനലിനെ ഊതി വീണ്ടും നിങ്ങൾ ആ കത്തലിൻ്റെ ആ ചാരത്തിൽ നിന്ന് നിങ്ങൾ വീണ്ടും പഴയതായി മാറും. എഴുതി വെച്ചോളൂ മനസ്സിൽ. അങ്ങനെ ആവരുത്. കത്തിത്തീരുന്നത് വരെ കത്തുക. കത്തിത്തീർന്നു കഴിഞ്ഞാൽ പിന്നെ പുതിയ പ്രഭാതങ്ങളിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റും. വീണ്ടും കത്തിച്ചാൽ ആ പഴയ പ്രഭാതത്തിൽ നിങ്ങൾ നിൽക്കും. അതാണ് യഥാർത്ഥത്തിൽ ഭസ്മം. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ആ ചാമ്പലായ സാധനമാണ്. എനിക്ക് എന്തും സൃഷ്ടിക്കാൻ പറ്റും പിന്നെ കത്തിത്തീർന്നു കഴിഞ്ഞാൽ. കാരണം എൻ്റെ പഴയ ബോധത്തിന് പിന്നെ അവിടെ സ്ഥാനമില്ല. പഴയ ബോധങ്ങൾക്ക് സ്ഥാനമുണ്ടാവരുത്. കാരണം നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഇതൊന്നുമായിരുന്നില്ല. ജനിച്ചതിന് ശേഷമാണ് ഇത്രയും വൃത്തികേടായത് നമ്മൾ. ബോധത്തിന് വ്യത്യാസം വരും. കാരണം ബോധത്തിന് ഞാൻ പറയുന്നൊരു കാര്യം, സത്വബോധം എന്ന ഒരു വാക്കുണ്ട്. സത്വബോധം. ബോധവും സത്വബോധവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള കണികകളുടെ കൂട്ടമാണ് യഥാർത്ഥത്തിൽ ബോധമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. എൻ്റെ സൂക്ഷ്മ ശരീരത്തിലുള്ള കണികകൾ, ഓരോ കണികകളും ഏതുപോലെ കടലിലെ തിരമാലകൾ നിങ്ങൾ ഹൈറ്റിൽ ചാടി വരുന്നത് കാണുന്നുണ്ട്. ആ തിരമാലകൾ നിങ്ങൾ കാണുന്ന രൂപത്തിലാണോ അവിടുന്ന്? അതിൻ്റെ പിന്നിൽ നിന്ന് എന്തായിരുന്നു അത്? ഓരോ മണൽത്തരി പോലെ ഓരോ ചെറിയ ജലകണികകളും പിന്നീട് അതിലേക്ക് കൂടി വന്നിട്ടാണ് നിങ്ങൾ കാണുന്ന ഭീകരമായ തിരമാലകൾ ഉണ്ടാവുന്നത്. അതുപോലെ ഓരോ ചെറുകണികകളും കൂടി ചേർന്നിട്ടാണ് സത്വബോധത്തിൽ നിന്ന് ബോധത്തിലേക്ക് പോകുന്നത്. യഥാർത്ഥത്തിൽ സത്വബോധമാണ് വേണ്ടത്. ആ സത്വബോധത്തിൽ പിടിക്കണം. അതാണ് സൂക്ഷ്മ ശരീരത്തിൽ പിടിക്കണം എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്കിപ്പോൾ സൂക്ഷ്മ ശരീരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്ന കാരണം എന്താ അറിയോ? ഞാനൊരു മന്ത്രം കൂടെ തന്നിട്ടുണ്ട്. മന്ത്രവും നിങ്ങളെ സൂക്ഷ്മ ശരീരത്തിലേക്ക് ലയിക്കുമ്പോൾ സൂക്ഷ്മ ശരീരത്തിലെ കണികകൾ രണ്ടായി വിഭജിക്കുകയും സൂക്ഷ്മ ശരീരത്തിലെ ഒരു ഭാഗം സൂക്ഷ്മ ശരീരം മന്ത്രശരീരത്തിന് വിട്ടുകൊടുക്കും. ഒന്ന് രണ്ടായി മാറുന്നത് പോലെ ഒരു ചെടിയാണ്. ഒരു ചെടി അതിൻ്റെ അനേകം ശാഖകളായി തിരിയുന്നത് പോലെ ഈ വലിയ ചെടി മറ്റുള്ളവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് മന്ത്രശരീരം ഉണ്ടാവുന്നത്.